വാർത്തകൾ വിശദമായി. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. വെള്ളിത്തിരുത്തി കുന്നത്തങ്ങാടി വീട്ടിൽ പെയിന്റിംഗ് തൊഴിലാളിയായ അനിലിന്റെ മകൾ 8 വയസ്സുകാരി പാർവണയെയാണ് പിൻഭാഗത്തുനിന്ന് പാഞ്ഞെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. സംഭവത്തിൽ അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചിരുന്ന കടങ്ങോട് കൈതക്കോടൻ വീട്ടിൽ ബോബനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് അപകടം. സമീപത്തെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് പാർവണയുടെ പിറകുവശത്തു നിന്നെത്തിയ കാർ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറിയത്. വെള്ളിത്തിരുത്തി കുരിശുപള്ളിക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. കുട്ടിയെ ഇടിച്ച വാഹനം രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച സമീപത്തെ സ്തൂപത്തിലും ഇടിച്ചാണ് നിന്നത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയെ ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബാങ്ക് ജീവനക്കാരനായ കടങ്ങോട്ട് സ്വദേശി ബോബനാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ കാർ ഡ്രൈവറായ ബോബനും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ 2 എയർ ബാഗുകളും പുറത്തേക്ക് വന്ന നിലയിലാണ്. കാറിന്റെ മുൻഭാഗം നേരിയ തോതിൽ തകർന്നിട്ടുണ്ട്. മരുത്തംകോട് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പാർവണ.